ഹലോ നമസ്കാരം. താരാ സൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയൊരു അടിപൊളി ഫ്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് ചൂട് കാലാവസ്ഥയിൽ 11 മണി 12 മണി സമയത്തൊക്കെ നല്ല ചൂട് ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പൊട്ടുവെള്ളരിയാണ് എടുത്തേക്കണത്. അപ്പോൾ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ല, എന്നാലും ചില സ്ഥലങ്ങളിൽ ഇത് കിട്ടും. ഇങ്ങനെ പൊട്ടിയിരിക്കണ ഒരു ഫ്രൂട്ടാണിത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണിത്. പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ചാൽ അപ്പോൾ ഇതിന് ചെറിയ കുരുകളൊക്കെ ഉണ്ട്. ആ കുരു നല്ല സോഫ്റ്റാണ്. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ കൂടി ചേർന്ന് തന്നെ അടിഞ്ഞു പോയിക്കോളും. പിന്നെ ഇത് അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ആരും മിസ് ചെയ്യരുത്. വാങ്ങിച്ച് വെറുതെ കഴിക്കാനായാലും നല്ലതാണ്. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് അടിക്കുകയാണെങ്കിൽ ഐസ് കട്ടയൊക്കെ ഇട്ട് അടിക്കുകയാണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ആപ്പിളും കൂടി ചേർക്കുന്നുണ്ട്. ആപ്പിളിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ കറുത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഞാൻ ജ്യൂസ് അടിക്കണത്. അപ്പോൾ ജ്യൂസ് മിക്സറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലൊക്കെ ചേർക്കണത്. അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ പഞ്ചസാര എത്ര എടുത്തേക്കണത് പാകത്തിനുള്ള മധുരമുള്ളൂ, മധുരം കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പൊട്ടുവെള്ളരിക്ക് ഭയങ്കര മധുരമുള്ള ഫ്രൂട്ടല്ല, ഇത്തിരി സോഫ്റ്റായിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മധുരം ഇടണം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി അടിച്ചാലാണ് നല്ല കൂളായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഐസ് വാട്ടറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് അടിഞ്ഞ് കിട്ടാൻ വേണ്ടി. വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലൊക്കെ ചേർത്ത് കൊടുക്കാം. മാങ്ങയോ പഴമോ ഒക്കെ ചേർത്തിട്ട് അടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രം ചേർക്കണുള്ളൂ. അപ്പോൾ ഇത് അരിക്കൊന്നും വേണ്ട. ഞാൻ ഇതടിച്ചതിന് ശേഷം അരിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ കുരുവൊക്കെ അതിൽ കൂടി തന്നെ അടിഞ്ഞു പോയിക്കോളും. നമ്മൾ കഴിക്കുമ്പോഴായാലും കുരുവൊന്നും തടയണമൊന്നുമില്ല. അപ്പോൾ ഇതരിക്കേണ്ട ആവശ്യമില്ല. ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ജ്യൂസായിരുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലൊക്കെ പകർത്തി നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി 2-3 ഡ്രോപ്പ് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ നല്ല അടിപൊളി നമ്മുടെ ഉള്ളും മനസ്സ് ശരീരവും ഒരുപോലെ തണുക്കും എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഈ ഫ്രൂട്ടൊക്കെ ഇട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡിയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.